Next topic is energy of capacitor. What is a capacitor? It is a device used to store charges. ഇനി എങ്ങനെയാണ് ആ കപ്പാസിറ്ററിനെ നമ്മൾ ചാർജ് ചെയ്തത്? ബൈ യൂസിങ് ആൻ എക്സ്റ്റേണൽ സോഴ്സ്, ദാറ്റ് ഈസ് ബാറ്ററി ഉപയോഗിച്ച് ആ കപ്പാസിറ്ററിനെ നമ്മൾ ചാർജ് ചെയ്യിച്ചു. അപ്പോൾ അവിടെ രണ്ട് പ്ലേറ്റ്സുകളാണ്. ആദ്യത്തെ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് എക്സിറ്റ് ചെയ്യുമ്പോൾ ബൈ ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, അല്ലെ, നെഗറ്റീവ് ചാർജസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്ററിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഈ കപ്പാസിറ്ററിൻ്റെ എനർജിക്കുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? We studied about the capacitance of a parallel plate capacitor C is equal to epsilon 0 A by D എന്നുള്ള ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ capacitors when connected in series and parallel ഉള്ള ഇക്വേഷൻസ് മനസ്സിലാക്കി. ഇനി പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് എനർജി ഓഫ് ദി കപ്പാസിറ്റർ. അപ്പോൾ ഒരു സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിച്ചു. നമുക്കറിയാം ആ സ്റ്റോർ ചെയ്യുന്ന അല്ലെ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പം വർക്ക് ഡൺ പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. V = W/Q. ചെറിയൊരു വർക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുക. സോ സ്മോൾ വർക്ക് ഡൺ dW ഈസ് ഈക്വൽ ടു V × dQ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ വർക്ക് ഡൺ ക്യാൻ ബി ടേക്കൺ ആസ് ഇൻ്റഗ്രൽ dW ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V dQ എന്ന് എഴുതും, അല്ലേ? ഇനി നമുക്കറിയാം we have a capacitor with the capacitance C, Q charge is given, V is the potential. അപ്പോൾ ഇത് മൂന്നിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് C is equal to Q/V. that is V equal to Q/C എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വിക്ക് പകരം എന്ത് കൊടുക്കാം? Q/C എന്ന് കൊടുക്കാം. സോ ദ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ Q/C dQ എന്ന് എഴുതാം. ഇവിടെ C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ ആണ്. അതിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഇൻ്റഗ്രേഷൻ്റെ പുറമേക്ക് വരുമ്പം പിന്നെ ഇൻ്റഗ്രേഷൻ നടത്തുന്നത് Q dQ എന്ന ക്വാണ്ടിറ്റിക്കാണ്. ഇൻ്റഗ്രൽ x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x²/2 എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ Q dQ ആയതുകൊണ്ട് Q²/2 എന്നുള്ളതായിരിക്കും ഇവിടെ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ക്വാണ്ടിറ്റി. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 Q²/C എന്നുള്ളതായിരിക്കും ചെയ്യുന്ന വർക്കിനുള്ള ഇക്വേഷൻ. ആ വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ U ഈസ് ഈക്വൽ ടു ½ Q²/C. ഇനി ഇതിനകത്ത് നമുക്ക് ക്യൂവിന് പകരം എന്ത് കൊടുക്കാം? CV എന്ന് കൊടുക്കാം. ക്യൂവിന് പകരം CV എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെൻ Q ഈസ് ഈക്വൽ ടു CV ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ½ C²V² ഡിവൈഡഡ് ബൈ C എന്നാവും. ഈ സിയും ഇതിനകത്തൊരു സിയും ക്യാൻസൽ ചെയ്ത് പോയാൽ വി ഹാവ് ദ ഇക്വേഷൻ ½ CV². അപ്പോൾ എനർജിക്ക് നമുക്ക് പൊട്ടൻഷ്യലിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ടേംസിലൊരു ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് ½ CV². ഇനി സിക്ക് പകരം നമ്മൾ Q/V എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് C we can write C is equal to Q/V. So U is equal to ½ Q² divided by Q/V എന്നാണ്. ഇത് ഏറ്റവും ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അത് മുകളിലേക്ക് പോകും. അതേപോലെ ഇതിൽ നിന്നൊരു Q² പോകും. സോ വി ക്യാൻ റൈറ്റ് ദിസ് വിൽ ബി ഈക്വൽ ടു ½ QV. ഇവിടെ നമുക്ക് എനർജിക്ക് അപ്പം 3 ഇക്വേഷൻസ് കിട്ടി. ഒന്ന്, എനർജി ഈസ് ഈക്വൽ ടു ½ Q²/C which is equal to ½ CV² which is equal to ½ QV. ഈ 3 ഇക്വേഷൻസ് ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സോ U is equal to ½ Q²/C, ½ CV² and ½ QV.
അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൽ നമുക്ക് പ്രോബ്ലത്തിൻ്റെ കേസിൽ ഏതാണോ കണ്ടീഷൻസ് തന്നിട്ടുള്ളത് അതിൽ ഏത് പാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എനർജിക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇതൊന്നെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താം, അല്ലാന്നുണ്ടെങ്കിൽ വാരിയിങ് പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിൽ വെച്ചിട്ടും ഇതേ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇക്വേഷൻസിൽ നമ്മൾ എത്തിച്ചേരും. ഇനി ഒരു സിമ്പിൾ വേ എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫ് എടുക്കുകയാണ്. ചാർജ് ഈസ് പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ചാർജ് അലോങ് എക്സ് ആക്സിസ്, വി അലോങ് വൈ ആക്സിസ്. അപ്പോൾ കിട്ടുന്ന ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഇതിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഈസ് ഗിവൺ ആസ് ഹാഫ് ബി എച്ച് എന്നാണ് അല്ലേ? ബി എന്ന് പറയുന്നത് എന്താ? ക്യൂ ആണ്. എച്ച് എന്ന് പറയുന്നത് എന്താ? വി ആണ്. സോ ഹാഫ് ക്യൂ വി എന്നുള്ള ഇക്വേഷനിലെത്തും. ഇനി ഇതിനകത്ത് ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇക്വേഷനിൽ എത്തിച്ചേരാം. അതേപോലെ വിക്ക് പകരം ക്യൂ ബൈ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ രീതിയിലും ഇതേ ഡെറിവേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരുപാട് വേസ് ഓഫ് ഡെറിവേഷൻസ് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. വേർ എനർജി ഓഫ് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി equal to half CV square is equal to half QV. Okay, that is about energy of capacitor. Van de Graaff generator ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഈ ഒരു ജനറേറ്റർ ഡെവലപ്പ് ചെയ്തത് റോബർട്ട് ജെ വാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരോട് കൂടിയിട്ട് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്ന് ഇതിനെ വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ലൈക്ക് പ്രോട്ടോൺ, ഡ്യൂട്രോൺ പോലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഹൈ സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് കണ്ടീഷൻസാണ് ഇവിടെ നമ്മൾ ഓർത്തു വയ്ക്കാനുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് the charge remains on the outer surface of the sphere. അത് നമ്മൾ കഴിഞ്ഞ കുറേ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിച്ചതാണ്. ഇൻസൈഡ് ദ സ്ഫിയർ ചാർജ് ഈക്വൽ ടു 0, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0, ബട്ട് ദ പൊട്ടൻഷ്യൽ റിമെയിൻസ് ദ സെയിം. ദ ചാർജ് റിസൈഡ്സ് ഓവർ ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്ഫെറിക്കൽ സർഫസ് ആണ് എടുത്തിട്ടുള്ളത്. അവിടെ ദ ചാർജ് റിമെയിൻസ് ഓവർ ദ സർഫസ് ഓഫ് ദ സ്ഫിയർ. അപ്പോൾ ഒരു കണ്ടക്ടറിൽ ചാർജ് അതിൻ്റെ സർഫസിലായിരിക്കും നിലനിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് ഓർത്ത് വയ്ക്കാനുള്ളത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടീഷൻ ഇറ്റ് ഈസ് കൊറോണ ഡിസ്ചാർജ്. അപ്പോൾ നമുക്ക് കൊറോണ എന്നുള്ള ടേം വളരെ പരിചയമാണ് കാര്യം അല്ലേ? കൊറോണ ഡിസ്ചാർജ് ഇതാണ് പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടേം. ഇതായത് ഇവിടെ നമ്മൾ ചാർജിന് ഹൈ പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ട് കൺസേൺഡ് പാർട്ടിക്കിളിനെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യിക്കണം. അത് ഡ്യൂട്രോൺ, പ്രോട്ടോൺ പോലുള്ള പാർട്ടിക്കിൾസ് ആവാം, ഹീലിയം പാർട്ടിക്കിൾസ് ആവാം. ഇതുപോലെയുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യിക്കുന്നത്. ഷാർപ്പ് പോയിന്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ആ പോയിന്റഡ് എൻഡ് ആവുന്ന സമയത്ത് നമുക്കറിയാം സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ എന്നാണ്. അപ്പോൾ ഏരിയ കുറവാണെങ്കിൽ ചാർജ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിന്റഡ് എൻഡ്സ് കൊടുക്കുന്നതോടെ ഇതിൻ്റെ ഏരിയ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഓക്കുപ്പൈ ചെയ്യുന്ന ചാർജുകളുടെ അളവ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇതൊരു കണ്ടക്ടർ ആയതുകൊണ്ട് വി ക്യാൻ ഹാവ് പോസിറ്റീവ് ചാർജസ് വിൽ റിമെയിൻ അപ്പോൺ ദീസ് സർഫസസ്. ഇതാണ് നമ്മൾ പോയിന്റഡ് എൻഡായിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ കൊറോണ ഡിസ്ചാർജ്. ഇനി മൂന്നാമത്തെ കേസ് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ട്രാൻസ്ഫർ ഓഫ് ചാർജസ് നടക്കും ബൈ ദ മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ. അതാണ് മൂന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇൻഡക്ഷൻ, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ഫ്രം വൺ
point to another, one place to another. ഇതാണ് ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നത്. അതായത് ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവിടെ ചാർജ് അതിൻ്റെ സർഫസിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മളിവിടെ ഉള്ളത് പോയിന്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കണ്ടക്ടറാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത കൂടുതൽ ചാർജസിനെ ഒക്കുപ്പൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കേസ് ഇവിടെ ഇൻഡക്ഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ ചാർജ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഇനി എങ്ങനെയാണ് ഇവിടുത്തെ വർക്കിംഗ് എന്നുള്ള കാര്യമാണ് നമുക്ക് ആ ഒരു അപ്പാരറ്റസ് എങ്ങനെയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 2 ഡിസ്ചാർജ് പോയിന്റഡ് എൻഡ്സോട് കൂടിയിട്ടുള്ള കോംബ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ B1 എന്ന് കൊടുക്കാം, അതേപോലെ ഇത് B2 എന്ന് കൊടുക്കാം. ഇവിടെ ഈ ഫസ്റ്റ് കോമ്പിനെ നമ്മൾ സ്പ്രേ കോമ്പ് എന്നാണ് പറയുന്നത്. സ്പ്രേ കോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഹൈ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഇവിടെ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ചാർജ് വി ഹാവ് പോസിറ്റീവ് ചാർജസ് ഇതിൽ മൊത്തമായിട്ട് അറേഞ്ച് ചെയ്യപ്പെടും. ഈ പോസിറ്റീവ് ചാർജസ് ഈ കോമ്പിൽ ഡിസ്ചാർജ് ചെയ്യും അല്ലേ. ഇനി നമുക്കറിയാം ഇവിടെ 2 പുള്ളീസ് ഉപയോഗിച്ച് ഒരു നൈലോൺ ഷീറ്റോ അല്ലെങ്കിൽ സിൽക്ക് ഷീറ്റോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ മൂവ് ചെയ്യാൻ പാകത്തിനാണ് ഒരു മോട്ടോർ ഉപയോഗിച്ച് നമ്മൾ അതിനെ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഹൈ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് നമ്മൾ ചാർജ് കൊടുത്തു. അപ്പോൾ ഈ സ്പ്രേ കോമ്പ് ചാർജിനെ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ ഇവിടെ നമുക്കറിയാം ബൈ ദ ഇൻഡക്ഷൻ മെത്തേഡ് ഇവിടെ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ പോസിറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഇതിലേക്ക് വന്ന് ന്യൂട്രലൈസ് ചെയ്യും. ബാക്കി ഈ സർഫസിൽ റിമെയിൻ ചെയ്യുക ഏതായിരിക്കും? പോസിറ്റീവ് ചാർജസ് ആയിരിക്കും ഇവിടെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ നൈലോൺ ഷീറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ ചാർജസ് ഇവിടെ മൂവ് ചെയ്യും. ഇനി നമുക്കറിയാം എഗെയിൻ ഇവിടെയും നമുക്കൊരു കോമ്പ് ഉണ്ട്. ആ കോമ്പിനെ നമ്മൾ വിളിക്കുന്നത് കളക്ടർ കോമ്പ് എന്നാണ്. കളക്ടർ കോമ്പ് ആയതുകൊണ്ട് ഇതെന്താ ചെയ്യുക? ചാർജസിനെ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കളക്ടർ കോമ്പ് ക്രിയേറ്റ് ചെയ്യാൻ നെഗറ്റീവ് ചാർജസ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ചാർജും ഈ പോസിറ്റീവ് ചാർജും ന്യൂട്രലൈസ് ചെയ്ത് ഇവിടെ എക്സസ് ചാർജ് ഇങ്ങനെ വന്നുകൊണ്ടായതുകൊണ്ട് ബാക്കി ഇവിടെ ഉണ്ടാവുക പോസിറ്റീവ് ചാർജസ് ആയിരിക്കും. ഈ പോസിറ്റീവ് ചാർജ് നമുക്കറിയാം കളക്ടർ കോമ്പ് ഈ സ്ഫിയറിനോട് കണക്റ്റഡ് ആണ്. അപ്പോൾ സ്ഫിയറിലേക്ക് പോസിറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് നമ്മൾ പറഞ്ഞു ദ ചാർജ് വിൽ റിസൈഡ്സ് ഓവർ ദ സർഫസ് ഓഫ് ദിസ് സ്ഫിയർ ആണ്. അപ്പോൾ ഇങ്ങനെ ചാർജ് ഇവിടെ സപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മുകളിലേക്ക് പോവും. ആ മുകളിൽ നിന്ന് ഇവിടെ ഉള്ള കളക്ടർ കോമ്പ് ആ ചാർജിനെ സ്വീകരിച്ച് ചാർജസിനെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ആ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ അപ്പോൺ ദിസ് സർഫസ് വിൽ ബി നിയർലി ഈക്വൽ ടു 10⁻⁶ വോൾട്ട് റേഞ്ചിലുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഇവിടെ ഒരു ഹീലിയം എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ന്യൂക്ലിയസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹീലിയം ഇത് നമുക്കിവിടെ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സലറേറ്റ് ചെയ്യാനുള്ള പാർട്ടിക്കിളാണ് ഇപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഈ പാർട്ടിക്കിളിന് എന്ത് കിട്ടും? ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ആക്സലറേറ്റ് ചെയ്യുന്ന സ്പീഡും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിളിന് എനർജി കിട്ടി ഇത് മൂവ് ചെയ്യും. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻസിലൊക്കെയാണ് ഈ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഹൈ പൊട്ടൻഷ്യൽ കൊടുത്തു, സ്പ്രേ കോമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രേ കോമ്പിൽ നിന്ന് പോസിറ്റീവ് ചാർജസ് ഡിസ്ചാർജ് ചെയ്യും. ഇനി നമ്മളിവിടെ 2 പുള്ളീസ് ഉപയോഗിച്ച് ഒരു നൈലോൺ ഷീറ്റോ അല്ലെങ്കിൽ സിൽക്ക് ഷീറ്റോ കൊടുത്തിട്ടുണ്ട്. അത് ഒരു മോട്ടോർ ഉപയോഗിച്ച് നമുക്ക് കറക്കാൻ സാധിക്കും. ഇനി ഇവിടെ പോസിറ്റീവ് ചാർജസ് ആയതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയലിൽ അവിടെ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. ഈ നെഗറ്റീവും പോസിറ്റീവും ന്യൂട്രലൈസ് ചെയ്യും. ബാക്കി ഈ സർഫസിൽ റിമെയിൻ ചെയ്യുന്ന എക്സസ് പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ മൂവ് ചെയ്യും. നൈലോൺ ഷീറ്റ് മൂവ് ചെയ്യുന്നതിന് പോസിറ്റീവ് ചാർജസ് വിൽ അപ്വേർഡ്. അപ്പോൾ
ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു കളക്ടർ കോമ്പ് വെച്ചിട്ടുണ്ട്. ഈ കളക്ടർ കോമ്പ് നെഗറ്റീവ് ചാർജസ് വെച്ച് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യും. പിന്നെ എക്സസ് വരുന്ന പോസിറ്റീവ് ചാർജസിനെ ഇവിടെ ഇത് കണക്ട് ചെയ്തായതുകൊണ്ട് ഈ സർഫസിലേക്ക് അത് റിമെയിൻ ചെയ്യും. ആ എക്സസ് charges when it remains upon the surface ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വിൽ ബി നിയർലി ഈക്വൽ ടു 10⁶ വോൾട്ട്. അപ്പോൾ ഹൈ പൊട്ടൻഷ്യലിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ ഏതൊരു പാർട്ടിക്കിളിനെയാണോ നമുക്ക് ഹൈ സ്പീഡിൽ ആക്സലറേറ്റ് ചെയ്യാനുള്ളത് അത് എനർജി ലഭിക്കുകയും അത് ആക്സലറേറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷൻസിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ വി ആർ യൂസിങ് ദിസ് ടു ആക്സലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ബൈ പ്രൊവൈഡിങ് എ ഹൈ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജസ്റ്റ് ലെറ്റ് us conclude the whole chapter. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ടോപ്പിക്കിലൂടെ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് പൊട്ടൻഷ്യൽ, അതുമായി റിലേറ്റ് ചെയ്ത് ഒരു പോയിന്റ് ചാർജിൻ്റെ കേസിൽ അതുപോലെ തന്നെ ഒരു ഡൈപോളിൻ്റെ കേസിലുള്ള പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ എന്തൊക്കെയാണ്, എന്താണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്, ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ പഠിച്ചു. ദെൻ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് കപ്പാസിറ്റേഴ്സ്. എന്താണ് കപ്പാസിറ്റർ, എന്താണ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റർ വെൻ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, അതേപോലെ വാട്ട് ഈസ് എ ഡയലക്ട്രിക്, വാട്ട് ഈസ് പോളറൈസേഷൻ, വാട്ട് ഹാപ്പൻസ് വെൻ എ ഡയലക്ട്രിക് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ എ കപ്പാസിറ്റർ പ്ലേറ്റ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ദെൻ എനർജി ഓഫ് ദി കപ്പാസിറ്റർ, ലാസ്റ്റ് ടോപ്പിക് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.